പിന്നെ നൃത്തം എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാ കലയും എല്ലാ പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മേഖല അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ചെറിയ പ്രായത്തിൽ നമ്മൾ ഒരുപാട് കാലം അതിന് പിന്നാലെ പോയി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമാകുമ്പം ഇതെല്ലാം അവിടെ സ്റ്റോപ്പായി. പിന്നെ നമുക്ക് പല സന്ദർഭങ്ങളിലായി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാവും. ആ സമയത്തെല്ലാം നമ്മൾ വിചാരിക്കും അയ്യോ പണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഇപ്പം പറ്റുന്നല്ലോ. അങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. ഏത് പ്രായക്കാർക്കും ഏത് സ്ഥലത്തും എവിടെയുള്ളവർക്കും നമുക്ക് ഒരു അവസരം എവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇത്രയും പ്രായമായി ഇനി മാറി നിൽക്കണം, ഇനി നമുക്ക് പറ്റുന്നതല്ല, ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല. എല്ലാവരും മുമ്പോട്ട് വരണം. ഏത് കല്യാണം നൃത്തം മാത്രം എന്തായാലും മുമ്പോട്ട് തന്നെ വരണം. നമ്മൾ അയ്യോ മക്കളെ കുടുംബം എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒറ്റപ്പെട്ട് പോവുകയുള്ളൂ. കാരണം ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൂടാ. അപ്പോൾ സമ്മർദ്ദം വളരെ കൂടുതലാകുന്നത് എല്ലാവർക്കും സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൽ നിന്ന് കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇപ്പം എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവരെല്ലാം എൻ്റെ കൂടെ ഹൈസ്കൂളിൽ ഡാൻസ് കളിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. പല സ്ഥലത്ത് നമ്മൾ പല ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രത്യേക അനുഭവമാണ്. കാരണം നമ്മളെ കുടുംബം അടക്കം വന്ന് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ മേൽപ്പത്തോട് ഓഡിറ്റോറിയത്തിന് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് നൃത്തം ചെയ്യാൻ പറ്റി. അതൊരു വേറെ തന്നെ ഒരു ഇതാണ്. നമ്മൾ ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് നമ്മൾ മാറി നിൽക്കരുത്, എല്ലാവരും മുമ്പോട്ട് തന്നെ ചിന്തിക്കുക. നമ്മുടെ ചിന്ത എപ്പോഴും മുമ്പോട്ട് തന്നെ ആയിരിക്കണം.